My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 170ാമത്തെ എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ 7ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. സെപ്പിയ പ്രധാനമായിട്ടും സ്ത്രീകൾക്കുള്ള ഒരു ഔഷധമാണെന്ന കാര്യം നേരത്തെ നമ്മൾ കണ്ടു. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളുടേതായിട്ടുള്ള ഗൈനിക് സിസ്റ്റത്തിൻ്റെ ഗർഭധാരണം, പ്രസവം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥയുടെ സവിശേഷമായ തനതായ പല രോഗാവസ്ഥകളെക്കുറിച്ചുമാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്. എന്നിരുന്നാലും പുരുഷന്മാരുടെയും പ്രത്യുൽപാദനപരമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങളും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ചികിത്സയിൽ, ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെയധികം ഉപകരിക്കുന്ന വിവരങ്ങളാണ് ഇവിടെയുള്ളത്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില കമ്പാരിസൺസ്, വിശേഷം കൽക്കറിയുമായിട്ടുള്ള കമ്പാരിസൺ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. ദ സെപ്പിയ പേഷ്യൻറ്റ് അബോർട്സ് അറ്റ് ദ 3rd month. 3ാം മാസത്തിൽ ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ സെപ്പിയ കവർ ചെയ്യുന്നുണ്ട്. ഓൾ സോർട്സ് ഓഫ് അൾസറേറ്റീവ് കണ്ടീഷൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്സ്, ഡ്രാഗിങ് ഡൗൺ ആൻഡ് റിലാക്സേഷൻസ്. വ്രണങ്ങൾ, അവയവങ്ങളുടെ സ്ഥാനചലനം, ഗർഭപാത്രത്തിൻ്റെയും ബ്ലാഡറിൻ്റെയും മറ്റുമൊക്കെ സ്ഥാനചലനം, എല്ലാ തരത്തിലുള്ള സ്ഥാനചലനങ്ങൾ, അത് റിലാക്സേഷൻ കൊണ്ട് സംഭവിക്കുന്ന പേശികളുടെ ബലക്ഷയങ്ങൾ കൊണ്ട്, അയവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ളത് സെപ്പിയ കവർ ചെയ്യുന്നുണ്ട്. റിട്ടൈൻഡ് പ്ലസൻ്റ, പ്രസവശേഷം മറുപിള്ള പുറത്തു പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ. സബിനുലേഷൻ, all the pelvic organs are tired and weak. പ്രസവശേഷം ഗർഭപാത്രവും മറ്റുമൊക്കെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകാത്തൊരവസ്ഥ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. വളരെ സങ്കീർണമായ ചികിത്സകളൊക്കെ മറ്റ് ചികിത്സാ രീതികളിൽ വേണ്ടിവരും. പക്ഷേ സിംറ്റംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ, സെപ്പിയ പോലുള്ള കൃത്യമായ ഔഷധങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം അത് സുഖപ്പെടും. അപ്പോൾ ആ ഒരവസ്ഥയിൽ പെൽവിക് ഓർഗൻസ് എല്ലാം, ഗർഭപാത്രം, മൂത്രാശയം, മൂത്രസഞ്ചി, ഇതൊക്കെ തളർന്ന് ക്ഷീണിതമാവുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയെ മാറ്റി പേശികൾക്കും വേണ്ടത്ര ബലം പകർന്നു കൊടുത്ത് ഗർഭാശയത്തെയും അനുബന്ധ അവയവങ്ങളെയൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സെപ്പിയയ്ക്ക് കഴിവുണ്ട്. മെറ്റലർജിയ ഡ്യൂറിങ് ദ ക്ലിമാക്ടറിക് ഓർ ഡ്യൂറിങ് പ്രഗ്നൻസി, എസ്പെഷ്യലി അറ്റ് ദ 5th and 7th month. സ്ത്രീകൾക്ക് ഗർഭധാരണശേഷി നഷ്ടപ്പെട്ട് അവർ വന്ധ്യതയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യത്തിൽ വരുന്ന അമിത രക്തസ്രാവം, അതുകൂടാതെ തന്നെ ഗർഭകാലത്ത് വരുന്ന അമിത രക്തസ്രാവവും രണ്ടും സെപ്പിയ കവർ ചെയ്യുന്നുണ്ട്. അത് ഗർഭധാരണ കാലത്താണെങ്കിൽ എസ്പെഷ്യലി അറ്റ് 5th and 7th month, വിശേഷം 5ാം മാസവും 7ാം മാസവും ഉണ്ടാകുന്ന അമിത രക്തസ്രാവം, അതുകൂടാതെ പ്രസവശേഷി നഷ്ടപ്പെട്ട ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം. ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് ആവേർഷൻ ടു ഓപ്പോസിറ്റ് സെക്സ്. സെപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞ അഭാവശ്യത്തിൻ്റെ ആ കേസിൽ ആ സ്ത്രീയിൽ അതുണ്ടായിരുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും സെപ്പിയ പേഷ്യൻ്റിലാണെങ്കിൽ എതിർലിംഗത്തിലുള്ളവരോട് സ്വാഭാവികമായിട്ട് പ്രകൃതിസിദ്ധമായിട്ട് ഉണ്ടാകേണ്ട ആകർഷണത്തിൻ്റെ അഭാവം. In the female, there is a state as if she had indulged to excess, when this is not the case. സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ വിവാഹശേഷം ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ തന്നെ തൻ്റെ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരുടെ ലൈംഗികത പൂർണ്ണമായിട്ടുമൊക്കെ വിനിയോഗിച്ചു കഴിഞ്ഞു. അത് അമിതവുമായി, ഇനി അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. ഇതായിരുന്നു പാവുച്ചറിൻ്റെ കേസിൽ ടിപ്പിക്കലായിട്ടുണ്ടായിരുന്നൊരവസ്ഥ. അതൊക്കെ ആ ഒരു അടുത്ത സൗഹൃദം കൊണ്ട് കിട്ടിയ സിംറ്റംസാണത്. എല്ലാ കേസിലും അത് കിട്ടണമെന്നില്ല. അത് വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ചാലേ അത് ലഭിക്കുകയുള്ളൂ. നോ എൻട്രൻസ്, ടയർഡ് ആഫ്റ്റർ കൊയിഷൻ, സ്ലീപ്ലെസ് നൈറ്റ്സ്, സ്ലീപ്പ് ഫുൾ ഓഫ് ഡ്രീംസ്, ജേർക്കിംഗ് ഓഫ് മസിൽസ്, ട്വിച്ചിങ്, ലുക്കോറിയ, കഞ്ചഷൻ ഓഫ് ദ പെൽവിസ്. ഇനി സ്ത്രീകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ പറയാൻ, എൻട്രൻസ് ഇല്ല, കൊയിഷന് ശേഷം, ലൈംഗിക ബന്ധത്തിന് ശേഷം വളരെ വേഗം ക്ഷീണിതയായി പോകുന്നു,
ആ ലൈംഗിക പ്രക്രിയയിൽ അത് പൂർണ്ണമായിട്ടും നിലനിൽക്കാൻ സാധിക്കുന്നില്ല, അതിൽ എൻട്രൻസ് ഇല്ല, സ്ഥിരത കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഉറക്കമില്ലായ്മയുണ്ട്, രാത്രി സ്ലീപ്ലെസ് നൈറ്റ്സ്, ദിവസങ്ങളിൽ ഉറക്കമില്ലായ്മ. ഇനി ഉറക്കത്തിലാണെങ്കിൽ നിറയെ സ്വപ്നങ്ങൾ, പേശികളുടെ ജേർക്കിങ്, ട്വിച്ചിങ്, പേശികൾ വലിച്ചു കോച്ചലും വിറയ്ക്കലും ഒക്കെ ഉണ്ട്. ലുക്കോറിയുണ്ട്, പെൽവിസിൻ്റെ കഞ്ചഷൻ, എല്ലാത്തരം ലക്ഷണങ്ങളുമുണ്ട്. ഇത്തരം കേസുകൾ പലപ്പോഴും ശരിയായ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്ത്, ഏത് സിസ്റ്റമായാലും എത്താറില്ല. പലപ്പോഴും ഇതൊക്കെ തട്ടിപ്പ്, ലൈംഗിക രോഗങ്ങളുടെ ചികിത്സ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന തട്ടിപ്പ് ആളുകളുടെ അടുത്ത് നിന്ന് പെടാൻ സാധ്യത. ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരിക്കൽ 94-ലോ 95-ലോ മറ്റുമാണ് ഇത്തരം ഈ മനുഷ്യരുടെ, സ്ത്രീകളുടെ പുരുഷന്മാരുടെ ആയാലും നിരവധിയായ ലൈംഗിക പ്രശ്നങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊടുക്കുന്ന വ്യാജ ചികിത്സകരുണ്ട്. അവരെക്കുറിച്ചൊരു ഫീച്ചർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തും കോട്ടയത്തും തൃശ്ശൂരുമൊക്കെ ചില സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുകയുണ്ടായി. വലിയ ആൾക്കൂട്ടമാണ്, എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഈ കാത്തു നിൽക്കുന്ന ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കിങ്കരന്മാരുണ്ട്, അവർ വന്ന് CCTV ക്യാമറയും മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്, കിങ്കരന്മാർ വന്ന് നമ്മളെ പുറത്താക്കും. കോട്ടയത്ത് ഇതേപോലെ ചികിത്സ നടത്തിയിരുന്ന ഒരു വൈദ്യരെ, അദ്ദേഹം സിദ്ധ വൈദ്യം എന്താണ് പറഞ്ഞിരുന്നത്, എറണാകുളത്തൊരു സ്ത്രീ ചികിത്സക ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അവർ എന്ത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് പോലും അവർ പറയില്ല. ഇവിടെ ഈ നാട്ടിൽ അധികം പ്രചരിക്കാത്ത സിദ്ധവൈദ്യം എന്നൊക്കെയാണ് പറയുന്നത്. അത് അവർക്ക് എന്തെങ്കിലും കൊടുക്കും, ചിലപ്പോൾ ലഹരി വസ്തുക്കളായിരിക്കും കൊടുക്കുന്നത്. ഇത് കൊടുത്തൊരു താൽക്കാലിക ശമനമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഇത്തരം രോഗികൾ കൂടുതലും പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പുകൾ കിട്ടും. ചുരുക്കമായിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടുന്ന ഇത്തരം രോഗികളെ അവരുടെ അവസ്ഥകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. വളരെ പരിശ്രമം വേണ്ടി വരും, പലരോടും ചോദിക്കേണ്ടി വരും, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അങ്ങനെ കിട്ടിയാൽ, യഥാർത്ഥ സിംപ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ ചികിത്സ വളരെ വളരെ എളുപ്പമാണ്. A woman who has been normal in her relations with her husband brings forth a child, and then the thought of sexual relations causes nausea and irritability. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു കുട്ടി ഉണ്ടാകുന്നവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോയി. കുട്ടിയുണ്ടായ ശേഷം ഇത് മതി, എക്സസ്സായി, ഇപ്പം തന്നെ ആവശ്യത്തിലധികമായി കഴിഞ്ഞു, ഇനിയുള്ള സെക്ഷൽ ഇൻ്റലിജൻസ് തെറ്റാണ്, പാപമാണ്, അതിനെക്കുറിച്ച് ചിന്ത പോലും ആ സ്ത്രീയിൽ ഓക്കാനുണ്ടാക്കുന്നു ഈ ഒരവസ്ഥ. ദ മെൻസ്ട്രൽ സിംപ്റ്റംസ് ആർ ഓഫ് ഓൾ സോർട്സ്. എല്ലാത്തരം മെൻസ്ട്രൽ പ്രശ്നങ്ങളും, പ്രത്യേകിച്ചൊന്നും പറയും, നോ പെർട്ടിക്കുലർ ഡിറേഞ്ച്മെൻറ്റ് ക്യാരക്ടറൈസസ് ഹെൽപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്യാരക്ടറൈസിങ് സിംപ്റ്റംസിനെ കുറിച്ച് പറയാനില്ല. എല്ലാത്തരം മെൻസ്ട്രൽ പ്രശ്നങ്ങളും സെപ്പിയലുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. At one time, it was thought that scanty menstruation was the more striking feature. മെൻസ്ട്രേഷനിലെ ബ്ലീഡിങ് കുറവ്, ഈ മെൻസ്ട്രേഷൻ തന്നെ ചുരുക്കം എന്നുള്ളതായിരുന്നു സെപ്പിയയുടെ ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചറായിട്ട് ഒരു കാലത്ത് കരുതിയിരുന്നു. പക്ഷേ അതല്ലെന്ന് പിന്നീട് പ്രാക്ടീസ് മനസ്സിലായി. ബട്ട് ദിസ് ഈസ് നോട്ട് നെസസറി സോ ഫ്രം പ്രൂവിങ്സ് ആൻഡ് ക്ലിനിക്കൽ ഒബ്സർവേഷൻസ്. ഡോക്ടർമാരുടെ അനുഭവത്തിൽ നിന്നും പ്രൂവിങ്ങിൽ നിന്നും മനസ്സിലായത് അങ്ങനെയല്ല. സ്ക്യൂവേഡ് പ്രൊഫ്യൂസ് ആസ് വെൽ ആസ് സ്കാൻഡി ഫ്ലോ. അമിത രക്തസ്രാവവും സ്രാവത്തിൻ്റെ കുറവും രണ്ടും ഒരേപോലെ സെപ്പിയെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്പിയുടെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം ആർത്തവ പ്രശ്നങ്ങളും അതിൽ വരും. മോസ്റ്റ് വയലന്റ് ഡിസ്മെനോറിയ ഇൻ ഗേൾസ് ഓഫ് ഡെലിക്കേറ്റ് ഫൈബർ, സാൽ ഓഫ് ഗേൾസ്. ഈ വളർച്ച പിടിച്ച സ്ത്രീകളിൽ വളരെ ഡെലിക്കേറ്റ് ഫൈബർ, വളരെ ദുർബലമായ ഒരു കരുത്തില്ലാത്ത വ്യക്തിത്വങ്ങളുള്ള സ്ത്രീകളിൽ എല്ലാത്തരം വേദനകളും വലിച്ചുകോച്ചലുകളും ഈ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട് ആർത്തവേദന, വലിച്ചുകോച്ചലൊക്കെ ഉണ്ട്. ഈ വളരെ തരത്തിൽ ടിപ്പിക്കൽ സെപ്പിയ സ്ത്രീകളുടെ കാര്യമാണ്. സെപ്പിയ കംസ് ഇൻ വെൻ ദ വുമൺ ought to menstruate, when the child ceases to nurse, sometimes the child dies and menses ought to be established but do not appear. ഇത് മറ്റൊരു സങ്കീർണാവസ്ഥ. സ്ത്രീയുടെ ആർത്തവചക്രം ആരംഭിക്കേണ്ടുന്നൊരവസ്ഥ,
ആ ഒരവസ്ഥയിൽ എപ്പോഴാണ്, അതായത് ആ സ്ത്രീ അമ്മയായി ആ കുട്ടിയുടെ മുലകൂടി തീർന്നു. മുലകൂടി തീരാൻ നേരത്താണ് ആർത്തവം വീണ്ടും ആരംഭിക്കുന്നത്. ആർത്തവം ആരംഭിക്കുന്നില്ല. ഇനി മറ്റൊരു കേസ്, ദൗർഭാഗ്യവശാൽ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചു പോകാൻ നേരത്തും പലതരം പ്രശ്നങ്ങൾ വരും. മുലപ്പാലിൻ്റെ പ്രശ്നം വരും, ആർത്തവത്തിന് പ്രശ്നം വരും. മുലപ്പാൽ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ള കാര്യം, അതിനും നമുക്ക് കൃത്യമായ ഔഷധങ്ങളുണ്ട്. പിന്നീട് ഈ പാലുപയോഗിച്ചുള്ള ലാക്റ്റൈൻ പോലുള്ള ഔഷധങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ കുട്ടി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ മുലകൂടി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആർത്തവ ചക്രം പുനരാരംഭിച്ചില്ലെങ്കിൽ സ്ത്രീ വലിയ പ്രശ്നത്തിലാവും. ആ ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്താ? ആൻഡ് ദ മദർ റൺസ് ഡൗൺ പൈൻസ് അവേ സെപ്പിയ വിൽ എസ്റ്റാബ്ലിഷ് ദ ഫ്ലോ. ആ ഒരു അവസ്ഥയിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ വഷളാകും. ശോഷിച്ച് വരും, അല്ലാതെ ശോഷിച്ച് വരും. ആ ഒരു അവസ്ഥയിൽ സെപ്പിയ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോ റീഎസ്റ്റാബ്ലിഷ് ചെയ്യും, അത് സ്ത്രീ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ഈ കൽക്കേറിയമായിട്ടുള്ളൊരു കോൺട്രാ കമ്പാരിസൺ. കൽക്കേറിയ ഈസ് ദ ഓപ്പോസിറ്റ്. ദ മെൻസസ് കം ഓൺ വൈൽ ദ ചൈൽഡ് ഈസ് നഴ്സിംഗ്. ഇതിന് നേരെ എതിർവശം, കുട്ടി മുലകുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർത്തവം വരുന്നു. ഈ ഒരു അവസ്ഥ കൽക്കേറിയാണ് കവർ ചെയ്യുന്നത്. ഈ ഗ്രീനിഷ് ആക്രിഡ് ഓർ മിൽക്കി ലുക്കേറിയ. സെപ്പിയ ടിപ്പിക്കൽ മിൽക്കി നേച്ചറുണ്ട്, പച്ച നിറം കലർന്നതുമുണ്ട്. ലുക്കേറിയ വെള്ളപോക്ക്. ലുക്കേറിയൻ ലിറ്റിൽ ഗേൾസ്, ചെറിയ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ലുക്കേറിയ. ഇനി ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇൻ ദ മെയിൽ ഓൾഡ് സൈക്കോട്ടിക് ഡിസ്ചാർജ് ദാറ്റ് ഹാസ് റെസിസ്റ്റഡ് ഇഞ്ചക്ഷൻ. സൈക്കോട്ടിക് ഡിസ്ചാർജ് നമുക്കറിയാം, ഗുണേറിയ ഡിസ്ചാർജ്. അതിന് ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടും അത് നിൽക്കാതെ തുടരുന്നത്. ഇത് പഴയകാല ചികിത്സയിലാണ്. ഇപ്പോൾ അതിനെയൊക്കെ സപ്രസ് ചെയ്യാനുള്ള ഔഷധങ്ങളുണ്ട്. സപ്രസ് ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങളിപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ വളരെ ചുരുക്കമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പ്രൊഫ്യൂസ് യെല്ലോ ഓർ മിൽക്കി ഡിസ്ചാർജ് ഫ്രം ദ യുറേത്ര ഓർ ദ ലാസ്റ്റ് ഡ്രോപ്പ് പെയിൻലെസ്. അപ്പോൾ യുറേത്രയിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ പാൽ നിറത്തിലുള്ള ഡിസ്ചാർജ് വരുന്നു. പൊതുവെ വേദന ഉണ്ടാവും, എന്നാൽ അവസാനത്തെ തുള്ളി വേദന ഉണ്ടാവില്ല. പൊതുവെ ഗൊണേറിയ ഡിസ്ചാർജസ് വേദന ഉണ്ടാക്കുന്നതാണ്, പക്ഷേ അവസാന തുള്ളിക്ക് വേദനയില്ല. ഗൊണേറിയ ആഫ്റ്റർ ദ അക്യൂട്ട് സിംറ്റംസ് ഓഫ് സബ്സൈഡൻസ്. അക്യൂട്ട് സിംറ്റംസ്, ഒരു അക്യൂട്ട് കേസിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞ ശേഷം വരുന്ന ഗൊണേറിയ, അതും സെപ്പിയ കവർ ചെയ്യുന്നു. യൂറിൻ ലോഡഡ് വിത്ത് യുറൈഡ്സ് stains everything red and often excoriates. മൂത്രത്തിൽ യുറൈഡ്സ് സാന്നിധ്യം ധാരാളമുണ്ട്. അപ്പോൾ അത് സ്പർശിക്കുന്ന അടിവസ്ത്രങ്ങളിലും മറ്റുമൊക്കെ ചുവപ്പ് നിറം വരുന്നു. അത് ഓഫൻ എസ്കോറിയേറ്റ്സ്, അത് ദ്രവിപ്പിക്കുന്നു. അത് തൊടുന്ന വശം വസ്ത്രമായാലും ശരീരഭാഗങ്ങളെയും ദ്രവിപ്പിക്കുന്നു. വെരി ഫെറ്റിഡ്, കടുത്ത ദുർഗന്ധം. അസോസിയേറ്റഡ് വിത്ത് പ്രൊസ്റ്റൈറ്റിസ്, പുരുഷന്മാരിൽ പ്രൊസ്റ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം അവസ്ഥകൾ. ഇനി പുറകെ കൊണ്ടിരിക്കുകയാണ്. ഗ്ലീറ്റ്, നോ പെയിൻ, ഡിസ്ചാർജ് ഓൺലി ഡ്യൂറിങ് ദ നൈറ്റ്, എ ഡ്രോപ്പ് ഓർ സോ സ്റ്റെയിനിങ് ദ ലിനൻ യെല്ലോയിഷ് ഡിസ്ചാർജസ്, നോ ബേണിങ് ആൻഡ് യൂറിനേഷൻ. അപ്പോൾ ഗ്ലീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഗൊണേറിയയിൽ വെള്ളം പോലെ, ഗൊണേറിയയുടെ ഭാഗത്ത് വെള്ളം പോലുള്ള ഒലിപ്പ്, ഗ്ലീറ്റ്. വേദനയില്ല, രാത്രി മാത്രമേ ഈ ഡിസ്ചാർജ് ഉള്ളൂ. ഒരു തുള്ളി അല്ലെങ്കിൽ 2-3 തുള്ളി ഈ വസ്ത്രങ്ങളിൽ വീണ് കഴിഞ്ഞാൽ മഞ്ഞ നിറം വരും. മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജസ്. ബേണിംഗ് ഇല്ല, യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബേണിംഗ് പെയിൻ ഇല്ല, വേദനയില്ല. ഓഫ് എ ഇയർ ഓഫ് എ ഹാഫ് സ്റ്റാൻഡിങ്, ഇത് 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ ആയിട്ട് നിലനിൽക്കുന്നൊരവസ്ഥ. ഓർഫീസ് ഓഫ് യുറേത്ര സ്ട്രക്ക് ടുഗദർ ഇൻ ദ മോർണിംഗ്. മൂത്രാശയത്തിൻ്റെ ആ ദ്വാരം രാവിലെ നോക്കുമ്പോൾ അത് ഒട്ടിപ്പോയിരിക്കുന്നു. particularly when the sexual organs are debilitated by long continuances of disease or through frequent seminal emissions. സവിശേഷമായിട്ട് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ലൈംഗികാവയവങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന അസുഖങ്ങൾ കൊണ്ട് ക്ഷീണിതമാകുകയോ
ഫ്രീക്വൻറ്റ് സെമിനൽ എമിഷൻസ്, സ്വപ്നസ്ഖലനം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആവർത്തിച്ചുണ്ടാകുന്ന സ്വപ്നസ്ഖലനങ്ങൾ കൊണ്ടോ ആള് ക്ഷീണിതനായിരിക്കുന്നൊരവസ്ഥയിൽ യൂറിനറി ഓറിഫിസ് രാവിലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ. വാട്സ് ഓൺ ദ ജെനിറ്റൽസ്, ലൈംഗികാവയവങ്ങളിൽ വാട്സ്, അരിമ്പാറകൾ. സെപ്പി ഈസ് യൂസ്ഫുൾ വെൻ ദീസ് ഓർഗൻസ് ഹാവ് ബീൻ ഓവർ യൂസ്ഡ് ആൻഡ് ടേക്ക് ഓൺ സച്ച് ആൻ അപ്പിയറൻസ്. അപ്പോൾ ലൈംഗികാവയവങ്ങളെ അമിതമായിട്ട് ഉപയോഗിക്കുക, അത് ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമിതമായിട്ട് ഉപയോഗിച്ച് ഒരു അവസ്ഥ വരുമ്പോൾ, എന്നിട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിറയെ വാട്സൊക്കെ വന്നൊരവസ്ഥ വരുമ്പോൾ സെപ്പി വളരെ യൂസ്ഫുള്ളാണ്. ഇമ്പോർട്ടൻസ് ഇൻ ദ മെയിൽ, പുരുഷന്മാരിൽ ലൈംഗികശേഷി ഇല്ലാത്ത അവസ്ഥ. ലോസ് ഓഫ് സെക്ഷൽ ഫീലിംഗ് ഇൻ ദ ഫീമെയിൽ, സ്ത്രീകളിലാണെങ്കിൽ ലൈംഗികാനുഭൂതി ഇല്ലാത്തൊരവസ്ഥ. പുരുഷന്മാരിൽ ഇമ്പോർട്ടൻസും സ്ത്രീകളിൽ ലൈംഗികാനുഭൂതി ഇല്ലാത്തൊരവസ്ഥ. ഇത്രത്തോളം ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന, പുറത്തു പറയാൻ പോലും സ്ത്രീ പുരുഷന്മാർ വിഷമിക്കുന്ന ഒത്തിരി അവസ്ഥകളിൽ, സ്ത്രീകളുടെ പ്രസവമായിട്ടും ഗർഭധാരണമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, മെൻസ്ട്രൽ പ്രശ്നങ്ങളിൽ, അവരുടെ മധ്യ വയസ്സിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ വളരെ അധികം സഹായിക്കുന്ന ഒരു ഔഷധമാണ് സെപ്പിയ. ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി പേരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ ഭാവി പ്രാക്ടീസിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.